ഇത് എന്ത് സോണാ? ഡിമാൻഡ് സോൺ. കാരണം പ്രൈസ് ഇവിടെ നിന്നാണ് ശക്തമായിട്ട് അപ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ട്രെൻഡാ? ഒബ്വിയസ് ആയിട്ടും അപ് ട്രെൻഡ്. ഓക്കെ, അപ് ട്രെൻഡില് ഈ മേലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഏരിയാസ് എന്താ അപ് ട്രെൻഡില്? ഹയർ ഹൈസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡില് ഇനി എന്താ സംഭവിക്കേണ്ടത്? അടുത്തൊരു ഹയർ ഹൈ ഫോം ചെയ്യണം. ഇവിടെ ഹയർ ഹൈ ഫോം ചെയ്തോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈക്കോഫിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഇനി എന്ത് സ്ട്രക്ചറായി മാറും നമ്മൾ പഠിച്ചേക്കണത്? റേഞ്ച് ബൗണ്ട് സ്ട്രക്ചർ. അതല്ല ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണത്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചേക്കണത്? റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് മൂവാണ് നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണത്? അത് ഡൗൺ ട്രെൻഡായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങോട്ടേക്ക്? താഴോട്ടേക്ക്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ലെവൽ വരെ നോക്കി നോക്കാം.